ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷനിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ക്വസ്റ്റനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാം. 11 ആഡഡ് ടു എ നമ്പർ ഗിവ്സ് ട്വൈസ് അനദർ നമ്പർ. ഓക്കെ, സോ ഇവിടെ ഒരു നമ്പറിലേക്ക് 11 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നമ്പറിൻ്റെ ട്വൈസ് വന്നു. 20 added to the second number gives twice the first number. What are the numbers? ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്പറുണ്ട്, സെക്കൻഡ് നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എക്സും വൈ ഒക്കെ ആയിട്ട് എടുക്കാം. നമുക്കിങ്ങനെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 7 അതിനകത്ത് ഫസ്റ്റ് പാർട്ടി പറയുന്നതാണ്, ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ എന്തായിട്ട് എടുക്കാം, നമുക്ക് ബി എക്സ് ആയിട്ട് എടുക്കാം. ആൻഡ് ദ സെക്കൻഡ് നമ്പർ എന്തായിട്ട് എടുക്കാം, ബി വൈ. ഓക്കെ, എക്സും വൈ ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്തോടെ പറഞ്ഞേക്കുന്നത്, 11 ആഡഡ് ടു എ നമ്പർ. ഇപ്പോൾ ഒരു നമ്പറിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്പർ തന്നെ എടുക്കാം. സോ എക്സിൻ്റെ കൂട്ടത്തിൽ 11 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഗിവ്സ് ട്വൈസ് അനദർ നമ്പർ, 2 times ഓഫ് അനദർ നമ്പർ. എന്ന് വെച്ചാൽ നമുക്ക് 2y എന്ന് നമുക്ക് എഴുതാമല്ലോ അല്ലേ, y കാട്ടും 2 times. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ 2y നമുക്ക് ഇങ്ങോട്ടും 11 നമുക്ക് ഇങ്ങോട്ടും കൂടെ ഒന്ന് ജസ്റ്റ് കൊണ്ടുവന്നേക്കാം. നമുക്ക് സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു എന്തുവാ, -11. ഓക്കെ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആകും. അത്രയും നോക്കിയാൽ മതി. ഇക്വേഷൻ നമ്പർ 1, നമ്മുടെ ഇക്വേഷൻ 1 നമുക്ക് പെട്ടെന്ന് കിട്ടി അല്ലേ. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തോടെ പറഞ്ഞേക്കുന്നത്, വായിച്ചേ, 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. സിമ്പിൾ, 20 ആഡ് ചെയ്യണം സെക്കൻഡ് നമ്പറിലേക്ക്. സോ സെക്കൻഡ് നമ്പർ എന്തുവാ, നമുക്ക് വൈ ആണ്. വൈയിലേക്ക് നമ്മൾ 20 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഗീവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിന് ട്വൈസ് കിട്ടും, എന്ന് വെച്ചാൽ 2x എന്ന് കിട്ടും. സോ നേരത്തെ പോലെ നമുക്ക് ചെയ്യാം. ഈ വൈയെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകാം ഞാൻ. ഓക്കെ, സോ ഈ വൈയെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്ക് എങ്ങനെ കിട്ടും നോക്കിയേ. 2x അവിടെ ഉണ്ടായിരുന്നു, വൈ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വൈ ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അങ്ങനെ തന്നെ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് എന്ന് മാത്രം, വൈയെ മാത്രമേ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 ഇക്വേഷനിലും കണ്ടു. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ y ഉണ്ട്, ഇവിടെ 2yയും ഇവിടെ y ആണ്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു ചെയ്ത് കൊടുത്താൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ 2 ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഇക്വേഷൻ 2ലേക്ക് ഇൻറ്റു ചെയ്ത് കൊടുക്കാൻ പോവാണ് 2. ഓക്കെ, സോ നമുക്കിങ്ങനെ എഴുതാം, മൾട്ടിപ്ലൈ ഇക്വേഷൻ 2ലേക്ക് 2 ഇൻറ്റു കൊടുക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ എനിക്ക് കിട്ടും, 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ നമുക്ക് 4x മൈനസ് 2y ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ മൈനസ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ അതൊക്കെ എടുത്തെഴുതുവാണ്. 4x മൈനസ് 2y ഇസ് ഈക്വൽ ടു 40. പിന്നെ നെക്സ്റ്റ് ഇക്വേഷൻ എന്തുവാ, x മൈനസ് 2y ഇസ് ഈക്വൽ ടു -11. ഇത് രണ്ടും കൂടെ തമ്മിൽ ഞാൻ മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് ആക്കും, ഇത് പ്ലസ് ആകും, ഇതും പ്ലസ് ആകും. ഇനി മൈനസ് ചെയ്തേ, ഇത് രണ്ടും കൂടെ തമ്മിൽ മൈനസ് ചെയ്താൽ എനിക്ക് 3x കിട്ടും. ഇത് രണ്ടും കട്ടായി പോകും. ഇസിക്വൽ ടു 40 പ്ലസ് 11 ആണ്, പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 51 കിട്ടും. പ്ലസ് ആയതിൻ്റെ കാര്യം എന്താ, നമ്മൾ മൈനസ് അകത്തേക്ക് ഇൻറ്റു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് ആയിട്ട് മാറി. ഇനി എക്സ് ഇസിക്വൽ ടു 51, ഇവിടെ 3 ഇങ്ങോട്ട് പോകും. സോ ഡിവൈഡഡ് ബൈ 3. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 17 കിട്ടി. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ എന്തുവാ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് എക്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും, 17 മൈനസ് 2y ഇസ് ഈക്വൽ ടു -11. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 17 നമുക്ക് ഇപ്പോഴത്തേക്ക് കൊണ്ടുപോകാം. സോ മൈനസ് 2y ഇസ് ഈക്വൽ ടു -11 മൈനസ് 17. ഇവിടെ നോക്കിയാൽ 2 മൈനസ് വന്നു. 2 മൈനസ് വന്നാൽ നമുക്ക് പ്ലസ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കാം. സോ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് 28 കിട്ടും. അത് 2y എന്ന് പറയുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് എന്തുവാ, -28 ബൈ -2. മൈനസും കട്ട് ചെയ്ത് കളയാം, ഡിവൈഡ് ചെയ്യുക, നമുക്ക് 14 കിട്ടും. 14 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ വൈയും കിട്ടി, എക്സും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം,
ദെയർഫോർ ഇവിടെ സൈഡിൽ എഴുതുവാണ്. ദെയർഫോർ ദ ഫസ്റ്റ് നമ്പർ എന്തുവാടാ? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 17ഉം ആൻഡ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നതോ നമുക്ക് 14 അല്ലേ, 14 കിട്ടി. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഫസ്റ്റ് നമ്പറിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, എന്ത് ആഡ് ചെയ്യണം? 11 ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് നമ്പറിൻ്റെ ട്വൈസ് കിട്ടുവാൻ നോക്കുക. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് നമ്പർ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്യുക? 20 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് കിട്ടുമെന്ന് നോക്കാം. സോ അതൊക്കെ കിട്ടും, ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തതിന് ശേഷം ആൻസർ എഴുതാം. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. സോ നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു.